ഭഗവത് സിംഗിന്റെ വീട്ടുവളപ്പിൽ തെളിവെടുപ്പ് നടക്കുമ്പോൾ എല്ലാ കണ്ണുകളും മായയിലും മർഫിയിലുമായിരുന്നു. പറമ്പിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടെന്ന അഭ്യൂഹം ശക്തമായതോടെ മായയും മർഫിയും മണം പിടിച്ച ഇടങ്ങളിലെല്ലാം ആകാംക്ഷ നിറഞ്ഞു. ദുരൂഹതകൾ നിറഞ്ഞ ഭഗവത് സിംഗിന്റെ വീട് പരിസരവും പറമ്പും മായയും മർഫിയും മരിച്ചു പറക്കി. കേരള പോലീസിന്റെ അഭിമാനമായ മായയും മർഫിയും മണം പിടിച്ച് തെളിവ് തേടിയപ്പോൾ കണ്ടുനിന്നവരിലെല്ലാം ആകാംക്ഷയും കൗതുകവും. ഇവരെ അഭിനന്ദിച്ചുള്ള കമന്റുകൾ സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു. സവിശേഷതകൾ ഏറെയാണ് ഈ താരങ്ങൾക്ക്. പ്രകൃതി ദുരന്തം നാശം വിധിച്ച പെട്ടിമുടിയിൽ 8 മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയത് മായയായിരുന്നു. വെറും 3 മാസത്തെ പരിശീലനത്തിന് ശേഷമാണ് മായ ഈ ദൗത്യത്തിന് ഇറങ്ങിത്തിരിച്ചത്. കൊക്കയാറിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് 4 മൃതദേഹങ്ങൾ കണ്ടെത്താൻ മായയോടൊപ്പം മർഫിയും ഉണ്ടായിരുന്നു. ഡോഗ് സ്ക്വാഡിന്റെ ചുമതല കൂടി ഉണ്ടായിരുന്നപ്പോൾ DGP ടോമിൻ തച്ചങ്കരിയാണ് പഞ്ചാബിൽ നിന്ന് നായ്ക്കളെ കേരളത്തിലെത്തിച്ചത്. നായ്ക്കളുടെ ഉപയോഗം പോലീസിലെ ലോകമെങ്ങും മിലിറ്ററി അടക്കം വ്യാപകമായി ഉപയോഗിച്ചു വരുന്നതാണല്ലോ. മെലനീസ് വിഭാഗത്തിൽപ്പെട്ടുള്ള ഈ നായ്ക്കുട്ടികളെ നമ്മൾ പഞ്ചാബ് ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ആസ്ഥാനത്തു നിന്നാണ് അന്ന് വാങ്ങിയത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ശ്രവണ അതുപോലെ ശ്വാസമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ഒരു പ്രവീണത ലോകമെങ്ങും എല്ലാവരും ഉപയോഗിച്ച് വരുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ ഇന്ന് കേരളത്തിൽ ഇത് കൊണ്ടുവന്നതിന് ശേഷം വളരെ ചുരുക്കം മാത്രമായിട്ട് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉപയോഗം നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. മണ്ണിനടിയിലെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് വിദഗ്ധ പരിശീലനം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. 40 അടി താഴെ വരെ ആഴത്തിലുള്ള മൃതദേഹങ്ങളും അവയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്താൻ ഇവയ്ക്ക് കഴിവുണ്ട്. എത്രമാത്രം പഴകിയതും അഴുകിയതുമായ മൃതദേഹങ്ങളും കണ്ടെത്താൻ ഈ നായ്ക്കൾക്ക് കഴിയും. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിലാണ് മായ എന്ന് വിളിപ്പേരുള്ള ലില്ലിയും മർഫിയും പരിശീലനം നേടിയത്. ബെൽജിയം മിലിനോയിസ് വിഭാഗത്തിൽപ്പെട്ട 36 നായ്ക്കൾ സേനയിലുണ്ട്. 17 കൊലപാതകം, മോഷണം എന്നിവ തെളിയിക്കാനുള്ള ട്രാക്കർ വിഭാഗത്തിൽപ്പെട്ടവയാണ്. 13 നായ്ക്കളെ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്നു. മയക്കുമരുന്ന് കണ്ടെത്താനുള്ള പ്രാഗൽഭ്യം നേടിയ 3 നായ്ക്കളുമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. തമിഴ്നാട് തിരുവണ്ണാമലയിൽ നരബലി നടക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് പോലീസ് വീട് തകർത്ത് 6 പേരെ അറസ്റ്റ് ചെയ്തു. കുടുംബത്തിലെ 5 പേരെയും മന്ത്രവാദിയെയുമാണ് അറസ്റ്റ് ചെയ്തത്. 3 ദിവസമായി വീടടച്ചിട്ട് പൂജ നടത്തുകയായിരുന്നു. പൂജ തടസ്സപ്പെടുത്തിയാൽ സ്വയം ബലി നൽകുമെന്ന ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് തഹസിൽദാരും പോലീസും വീടിനകത്തേക്ക് കയറിയത്. തിരുവണ്ണാമല ജില്ലയിലെ ആറണി SV നഗറിൽ താമസിക്കുന്ന തരമണിയുടെ വീട്ടിലാണ് പൂജ നടന്നിരുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് കരച്ചിൽ കേട്ട അയൽവാസികൾ പോലീസിനെയും ഒപ്പം തഹസിൽദാരെയും വിവരമറിയിക്കുകയായിരുന്നു. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം.